ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മൂടാല് മുതൽ ഉണിൽപ്പാലം വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയുക. ഇപ്പോൾ മൂടാല് ഓവർപാസാണ് നിങ്ങൾ കാണുന്നത്. ഓവർപാസിൻ്റെ വർക്കൊക്കെ കുറേ മുമ്പ് തന്നെ കഴിഞ്ഞതാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് റോഡ്. ഈ മൂടാൽ ഭാഗത്തൊക്കെ നല്ല കയറ്റിറക്കമുള്ള ഏരിയയാണ്. ഇപ്പോൾ ഈ മൂടാല് പെരുമ്പറമ്പ് ഭാഗത്താണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് പഴയ റോഡാണ്, പഴയ ഹൈവേൻ്റെ റോഡാണ്. ഈ ഭാഗത്തൊക്കെ കുറേ ഭാഗത്ത് ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വലത്തെ സൈഡിൽ സർവീസ് റോഡ് നിങ്ങൾക്ക് കാണാം. ഇടത്തെ സൈഡ് സർവീസ് റോഡ് കുറഞ്ഞ ഭാഗത്താണ് വർക്ക് കഴിഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടാണ് മണ്ണ് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല താഴ്ചയുള്ള ഭാഗത്താണ്. ഇവിടെ വന്ന് ശരിക്കും നോക്കി നിന്നാൽ മുകളിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഹൈറ്റ് അറിയാം. നല്ല ഹൈറ്റുള്ള ഡേഞ്ചറായ ഏരിയ കേട്ടോ. ഇവിടെ കുറേ മണ്ണ് നീക്കം ചെയ്യുന്ന കുറേ പാറകളാണ് പൊട്ടിച്ച് നീക്കിയിട്ടാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. പാറകളൊക്കെ ഒരുപാടുള്ളതാണ്. നല്ല ഹൈറ്റുള്ള പ്രദേശമാണ്. മണ്ണൊക്കെ ഇടിയാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലം കേട്ടോ. അപ്പം അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ഇതിന് വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോലവളവ് എന്നുള്ള ദൃശ്യമാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റുള്ള പ്രദേശമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ റോഡിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. അതേപോലെ വളഞ്ഞ് തിരിഞ്ഞിട്ടാണ് പഴയ റോഡ് കടന്നു പോകുന്നത്. ഇത്രയും ടേണിങ് ആയ ഒരു ഏരിയന് കുറേ അപകടങ്ങളൊക്കെ നടന്ന ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു വളവാട്ടാണ് ചോലവളവ്. ഇവിടെ നിങ്ങൾക്ക് കാണേണ്ട ഈ റോഡ് പഴയ ഹൈവേ പോയിരുന്ന ഭാഗങ്ങളാണ്. ഒരു എസ് ആകൃതിയിലൊക്കെ കടന്നു പോകുന്ന അത്ര ടേണിംഗ് ഉള്ള ഒരു റോഡായിരുന്നു ഇവിടെ. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ നീക്കം ചെയ്ത് റെഡിയാക്കി ലെവലാക്കി കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്താണ് ഇവിടെ ഇനി ലെവലാക്കി കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതാണ് ഇപ്പോൾ കാണുന്ന പാണ്ടികശാല അണ്ടർപാസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അവിടുന്ന് പാണ്ടികശാല മുതൽ ഏകദേശം മുക്കിലപ്പീടിക വരെയുള്ള ഭാഗത്ത് ഒരുപാട് ദൂരത്തിൽ ടാറിങ്ങൊക്കെ മെയിൻ റോഡിൻ്റെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ദൃശ്യത്തിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. രണ്ട് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞതും മെയിൻ റോഡിൻ്റെ ടാറിങ് വരെ കഴിഞ്ഞതിൽ ക്രാഷ് ബാരിയറും ഡിവൈഡറൊക്കെ സ്ഥാപിച്ചൊക്കെ കാണാം. ഒരുപാട് ദൂരത്തിൽ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞത് നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ നമ്മൾ എടുത്തത് 2 ദിവസം മുമ്പാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാൻ 1-2 ദിവസം വൈകിയിട്ടുണ്ട്. അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ കവർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് അപ്ലോഡ് ചെയ്യണത്. ഇവിടെയൊക്കെ കാണേണ്ട ടാറിങ് ഒക്കെ കഴിഞ്ഞ് 2 സൈഡ് സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഒരുപാട് ദൂരത്തിൽ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ റോഡ് നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇവിടെയൊക്കെ അടുത്ത് തന്നെ ഈ ഭാഗത്തൊക്കെ റോഡ് തുറന്നു കൊടുക്കുന്നതാണ്. ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക്. വട്ടപ്പാറ ബൈപ്പാസ്, വളാഞ്ചേരി ബൈപ്പാസ് കടന്നു വരുന്ന ഭാഗത്തേക്കാണ് ഈ റോഡ് എത്തിച്ചേരുക. അപ്പോൾ അവിടെ കുറച്ച് വർക്കൊക്കെ കഴിഞ്ഞാൽ ഈ റോഡ് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ വർക്ക് കഴിഞ്ഞ് ഞങ്ങൾക്ക് കാണാം കേട്ടോ. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് കാണാൻ മഴ ഇതാണ്. ഈ സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിൽ സർവീസ് റോഡിൽ, റൈറ്റ് സൈഡിൽ സർവീസ് റോഡിലൂടെയൊക്കെ വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത്. മുക്കിലപ്പീടിക ഓവർപാസാണ് ഞങ്ങൾ കാണുന്നത്. അതിൻ്റെ താഴത്തൊക്കെയാണ് മണ്ണ് നീക്കം കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഓവർപാസിനടുത്ത് വരെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് കുറച്ച് ദൂരത്തിൽ ടാറിങ് ചെയ്യാനുള്ളത്. ഈ ഓവർപാസിൻ്റെ അടിയത്തെ മണ്ണൊക്കെ ഇങ്ങനെ ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കാണാം. ഇവിടുന്ന് അങ്ങോട്ട്
പുണിൽപ്പാലം അണ്ടർപാസിൻ്റെ അടുത്ത് വരെ കുറച്ച് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അല്ല ഇവര് ഈ ഭാഗത്തൊക്കെ മണ്ണ് ലെവലാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ടാറിങ് ഇവര് കഴിക്കുന്നത് നമുക്ക് കാണട്ടോ. ഈ റോഡ് വർക്കിന്റെ പല ഭാഗത്തും നമ്മൾ ചെല്ലുന്നാൽ എത്രയും പെട്ടെന്ന് മണ്ണ് ലെവലായി കഴിഞ്ഞാൽ അപ്പം അതേ സ്പോട്ടിൽ തന്നെ അവർ ടാറിങ്ങിലേക്ക് കടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ലെവലാക്കിയിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. പുണിൽപ്പാലം അണ്ടർപാസാണ് നിങ്ങൾ കാണുന്നത്. വളാഞ്ചേരി ഭാഗത്ത് പോണ റോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് കണ്ട് കട്ട് ചെയ്തിട്ടാണ് വട്ടപ്പാറയിലേക്ക് ബൈപ്പാസ് കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വയലിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.